നമസ്കാരം. നമുക്കിന്ന് കുറച്ച് പൂർവ്വജന്മ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റാരും ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ സിദ്ധപരമ്പരയിൽപ്പെട്ടവർക്ക് ഈ അറിവുണ്ടാകാം. മാസ്റ്റർ സോളുകളെക്കുറിച്ചുള്ള വീഡിയോ കണ്ടവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. പുനർജന്മങ്ങളെപ്പറ്റി പറയുക എന്നത് എൻ്റെ ജന്മനിയോഗമായതിനാൽ പ്രപഞ്ചശക്തി മുരുക ഭഗവാനിലൂടെ തന്ന അറിവുകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ 18 സിദ്ധന്മാരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. സിദ്ധന്മാരിൽ ആദിസിദ്ധൻ നന്ദിദേവർ ആണ്. അദ്ദേഹത്തെ സകല സിദ്ധന്മാർക്കും ഗുരുവായി കണക്കാക്കുന്നു. പരമശിവനിൽ നിന്നും നേരിട്ട് ജ്ഞാനം ലഭിച്ച ശിവവാഹനമായ നന്ദിയുടെ മനുഷ്യജന്മം. അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് അറിവുകൾ എല്ലാവർക്കും ലഭ്യമാണ്. മറ്റാരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. നന്ദിദേവരുടെ അടുത്ത പ്രധാന മനുഷ്യജന്മത്തെപ്പറ്റി പറയണമെങ്കിൽ വിക്രമാദിത്യ സദസ്സിലേക്ക് പോകണം. അപ്പോൾ വിക്രമാദിത്യനെ കുറിച്ച് ഒരു സൂചന നൽകാതിരിക്കാൻ സാധിക്കില്ല. ഇതിന്റെ പുനർജന്മം ആണ് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിലെ ഈ മാറ്റങ്ങളുടെയെല്ലാം കാരണം എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ മറ്റു 2 ജന്മങ്ങളും ഭാരതത്തിന്റെ സുവർണ കാലഘട്ടങ്ങളായിരുന്നു. വിക്രമാദിത്യ സദസ്സിലെ ജ്യോതിഷ പണ്ഡിതനായിരുന്നു വരാഹമിഹിരൻ. ഗുരുത്വാകർഷണത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അദ്ദേഹമാണ്. ത്രികോണമിതിയിലും അദ്ദേഹത്തിന് സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. നന്ദിദേവരുടെ മറ്റൊരു ജന്മത്തെക്കുറിച്ച് അറിയണമെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്ക് പോകണം. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കത്തിൽ ഭയന്നു തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുവാൻ തീരുമാനിച്ചത് തന്നെ. ചരിത്രകാരന്മാർ എത്രയൊക്കെ മറച്ചുവെച്ചിട്ടും അദ്ദേഹത്തിന്റെ പ്രഭാവം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും സ്വാധീനം അദ്ദേഹത്തിന്റെ ആത്മീയതയിൽ പ്രതിഫലിച്ചു. ദേശീയത തന്നെയാണ് തന്റെ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭാരത ജനതയ്ക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിനിടയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് മാസ്റ്റർ സോളുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇപ്പോൾ സമയമായിട്ടില്ല എന്നും ഭാരതത്തിനെ അതിന്റെ പൂർണ്ണ വൈഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ താൻ വീണ്ടും ജന്മമെടുക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ശേഷകാലം അജ്ഞാതവാസത്തിലേക്ക് പോകണമെന്നും ധ്യാനമാർഗത്തിലൂടെ അതിനുള്ള ഊർജം ശേഖരിക്കണമെന്നും തീരുമാനിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ മടങ്ങിയെത്തി തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ജീവിച്ചു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ സോളിൽ നിന്നും മറ്റൊരു അംശം ഭൂമിയിൽ പിറവിയെടുക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ശരീരം ഉപേക്ഷിക്കുകയും ജന്മമെടുത്ത കുട്ടിയുടെ ഓറയിൽ കവചമായി നിലകൊള്ളുകയും ചെയ്തു. നന്ദിദേവരുടെ പുതിയ ജന്മം സാധാരണക്കാരനായി തന്നെ ജീവിച്ചു വന്നു. എന്നാൽ 28 വയസ്സാകുമ്പോൾ മുരുക ഭഗവാൻ തന്നെ അദ്ദേഹത്തെ നയിക്കുവാൻ തുടങ്ങി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലോകത്തെ പല എനർജി പോയിന്റുകളും റീആക്ടിവേറ്റ് ചെയ്തു. ഭാരതത്തെ വിശ്വഗുരുവാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഭഗവാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യും. കുമരികാണ്ഡത്തിലെ ആത്മാക്കൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് തങ്ങളുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനൊപ്പം അണിനിരന്നു. ഈ ദൗത്യം മുരുക ഭഗവാന് വളരെ പ്രധാനപ്പെട്ടായതുകൊണ്ട് തന്നെയാണ് രജിത് കുമാറിന് അമ്മയായി പാർവതി ദേവിയുടെ എനർജിയെയും ഭാര്യയായി വള്ളി ദേവിയുടെ എനർജിയെയും നൽകിയത്. അപ്പോൾ പലരും ചോദിക്കും, ഭാരത പ്രപവറാക്കിയിട്ട് മുരുക ഭഗവാന് എന്ത് കാര്യമെന്ന്. അതിനും ഉത്തരമുണ്ട്. 2013 മുതൽ മുരുകയുഗം ആരംഭിച്ചു. ഇനി സത്യയുഗത്തിലേക്കുള്ള യാത്രയാണ്. സത്യയുഗത്തിലേക്ക് എത്തണമെങ്കിൽ ഭൂമിയിലെ മനുഷ്യരെല്ലാം കലിയുഗത്തിന്റെ പിടിയിൽ നിന്നും വിട്ടുമാറി യഥാർത്ഥ ആത്മീയതയിലേക്ക് എത്തിച്ചേരണം. ഭാരതത്തിന്റെ എനർജി ആത്മീയതയാണെന്ന് അറിയാമല്ലോ. ലോകത്തെ മറ്റു ജനവിഭാഗങ്ങൾ യഥാർത്ഥ ആത്മീയതയിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഭാരതം അവർക്ക് മുമ്പിൽ ഒരു മാതൃകയായി ഉണ്ടാകണം. അതിലേക്കുള്ള ചവിട്ടുപടികളാണ് ഭഗവാൻ ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നതല്ല. ഭാരതത്തിന്റെ എനർജി ലെവൽ മാറുന്നത് മനസ്സിലാക്കിയ നെഗറ്റീവ് ശക്തികൾ അദ്ദേഹത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അവർ അറിയുന്നില്ല, രജിത് കുമാർ എന്നത് എന്നോ കണ്ട സ്വപ്നം വിശ്വസിച്ച് അതിന് പുറകെ നടക്കുന്ന ആളല്ല എന്നും പ്രപഞ്ച തീരുമാനമനുസരിച്ച് മുരുക ഭഗവാനാൽ നയിക്കപ്പെടുന്ന ആളാണ്. 18 സിദ്ധന്മാരുടെ മാസ്റ്റർ സോളുകളും ഭൂമിയിൽ ഇപ്പോൾ തന്നെയുള്ള അവരുടെ ആത്മ അംശങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഇതേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ രജിത് കുമാറിന് പോലും അറിയില്ല തന്നെ എന്തിനാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത് എന്ന്. നെഗറ്റീവ് ശക്തികൾ വിലക്കെടുക്കുന്ന പല ആളുകളും അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇത് മുരുകയുഗമാണ്. ആയിരക്കണക്കിന് ഡിവൈൻ സോളുകൾ നമുക്കിടയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിൽ സ്പിരിച്വൽ എനർജി തിരിച്ചറിയാൻ കഴിയുന്ന നിരവധി ആളുകൾ മുൻപോട്ട് വന്നുകൊണ്ടേയിരിക്കും. സനാതനധർമ്മം എന്നത് ഒരു കെട്ടുകഥ അല്ല എന്നും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കുക. പുനർജന്മങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ വരെ പഠനം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി അത് മൂടി വച്ചിരിക്കുന്നു. പുനർജന്മ രഹസ്യങ്ങളുമായി വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക.